ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊന്ന് പുറത്തോട്ട് പോകണം. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് പേര് കലാപരിപാടികളും കൂടെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തൊന്ന് പോകാം. ഓക്കെ? അതെ, ഇതായിരുന്നു എൻ്റെ കലാപരിപാടി. ഞാൻ കലാപരിപാടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് അച്ഛനും മോനും വഴക്കുണ്ടാക്കാൻ നോക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അന്നേരം കണ്ടതാ, പിന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, കാരണം സമയം പോയായിരുന്നേ. അപ്പം ഞങ്ങൾ റെഡിയായി. മാച്ചിങ് നമുക്ക് പോകാം. സച്ച് മുമ്പേ പോയി ഇവൻ്റെ സ്ട്രോളറൊക്കെ വെക്കണം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോയി. ഇനിയിപ്പോൾ സച്ചു വിളിച്ചു ഇവിടെ എത്തിയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നീങ്ങുക. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം നമുക്ക് പോസ്റ്റൽ വഴി തിരിച്ചയക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ഇറങ്ങിയിരിക്കുക. ദ തിങ് ഈസ്, നമുക്ക് ഒരു പ്രോഡക്റ്റ് റിട്ടേൺ അടിക്കണമായിരുന്നു. അപ്പോൾ ആ റിട്ടേൺ അടയ്ക്കണമെങ്കിൽ നമുക്ക് സാധാരണ പോലത്തെ അത്ര സിമ്പിൾ കാര്യമാണെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. പക്ഷേ ഇവിടെ കുറച്ച് പ്രൊസീജിയറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വന്നേക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി വന്നേക്കുക. അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് പരിപാടി എന്നൊക്കെ. നമ്മൾ ഏത് പ്രൊഡക്റ്റും ഓൺലൈനിൽ കൂടെ മേടിച്ച് കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ പ്രൊസീജിയറിൽ കൂടെ വേണം പോകാൻ. ഇതുപോലെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അത് സ്കാൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്കൊരു ലോക്കർ പ്രൊവൈഡ് ചെയ്യും. ആ ലോക്കറിൽ വേണം നമ്മൾ റിട്ടേൺ ചെയ്യേണ്ട പ്രൊഡക്റ്റ് എടുത്ത് വെക്കാൻ. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്കൊരു പ്രൊഡക്റ്റ് തിരിച്ച് റിട്ടേൺ കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയായിരുന്നു അതെങ്ങനെയാണ് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത്, എന്താണ് പ്രൊസീജിയർ. കാരണം നമ്മളൊരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അത് ഓട്ടോമാറ്റിക്കലി ഡോറൊക്കെ ഓപ്പൺ ആയി വരും. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് സാധനം വെച്ച് കൊടുത്താൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ അത് കാണിക്കാം എന്ന് വിചാരിച്ചായിരുന്നു ഞാൻ അവിടെ നിന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് വർക്കാവുന്നില്ല, ബാർകോഡ് എന്തോ സ്കാൻ ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. ഇപ്പം ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്താ പറയുന്നത് സെൻറ്ററുകളുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം വർക്കാവുന്നില്ല. അപ്പോൾ അടുത്തത് ഇപ്പോൾ ഇവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ എന്തോ അവിടെ ഇതുപോലെ എടുക്കുമെന്ന് കേട്ടു. അതായത് കാണിച്ചു. അപ്പോൾ അതുകൊണ്ട് സച്ചു എന്നാൽ പോയിട്ട് അത് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയേക്കുന്നു. ഞാൻ പോവാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പോഴേക്കും കുഞ്ഞാപ്പി ഉറങ്ങി. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ സച്ചു പോയിട്ട് വരട്ടെ എന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഈ കുഞ്ഞാറിലിരിക്കുമ്പോൾ ഞാൻ കുഞ്ഞിനെ കയ്യിൽ വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരഞ്ഞായിരുന്നു. അപ്പോൾ ആ കരയുന്ന സമയത്ത് ഞാൻ അവനെ എടുത്തിട്ട് അവനെ ജസ്റ്റ് ഒന്ന് ഉറക്കാൻ പറ്റിയെങ്കിൽ ഉറക്കും. ഉറങ്ങി കഴിയുമ്പോൾ ഇതുപോലെ ഞാൻ ബാക്ക് ടു കാർ സീറ്റിലേക്ക് വെക്കും. അതല്ലാതെ ഞാൻ കയ്യിൽ വെച്ചല്ല ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി ബാക്ക് ടു വീഡിയോ. അതിനുശേഷം സച്ചി തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ നേരെ അസ്ദ എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ടായിരുന്നു പോയിരുന്നത്. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പം ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞങ്ങൾ ഒരുപാട് ക്യാൻഡിൽസ്, എനിക്കും സച്ചുവിനും, എനിക്കാണ് കൂടുതലും ഈ ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒബ്സസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കി വന്നിട്ട് അവസാനം ഒരെണ്ണം പോലും ഞങ്ങൾ മേടിച്ചില്ല എന്നുള്ളതാണ് സത്യം.
ഐലാഷ് എടുത്ത് നോക്കിയേ. അവിടെ തന്നെ. അങ്ങനെ നമ്മൾ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞായിരുന്നു. അന്ന് തന്നെ നമുക്ക് 1-2 സ്ഥലത്തൂടെ കയറണമായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാഷ്റൂം ഉണ്ട്. പക്ഷെ ഞാൻ പറയാൻ വന്നത് ഈ വാഷ്റൂമിൻ്റെ കാര്യമല്ല. ഈ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാഷ്റൂം ഉള്ളതുപോലെ തന്നെ ബേബി ഡയപ്പർ ചേഞ്ചിങ് റൂമും ഉണ്ടായിരുന്നു. അതെനിക്ക് നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നി കേട്ടോ. നമ്മളിപ്പോൾ വേറൊരു ഷോപ്പിൽ വന്നിരിക്കുക. കുറച്ച് നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഐറ്റംസ് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള കട്ടർ ഇവിടെ കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി വന്ന. നമുക്ക് നോക്കാം കിട്ടുമോയെന്ന്. ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇൻ വൺ പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ സാധനങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഈ ഒരു ഷോപ്പിൽ കിട്ടും. അതായത് ഗാർഡൻ ആയിക്കോട്ടെ, വീടിനകത്തുള്ള കാര്യങ്ങളായിക്കോട്ടെ, പുറത്തുള്ള കാര്യങ്ങളായിക്കോട്ടെ, സോഫ സെറ്റ് ആയിക്കോട്ടെ, ടൈലായിക്കോട്ടെ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഒരു ഷോപ്പിൽ നമുക്ക് കിട്ടും. പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് ഗ്രോസറീസും കൂടെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്തൊരു ഷോപ്പിൽ പോയി. ഞാൻ പറഞ്ഞില്ലേ, അന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ ഒരു കടയിൽ നിന്ന് ഇറങ്ങി അടുത്തൊരു ഷോപ്പ് അങ്ങനെ കയറി ഇറങ്ങുന്ന ഒരു ദിവസമായിരുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളും കൂടെ അവിടുന്ന് മേടിച്ചു. അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോപ്പിൻ്റെ പേരാണ് ലിഡിൽ. നമ്മൾ ലിഡിലിൽ കൂടെ കയറിയിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് പോരുകയാണ് ചെയ്തത്. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇനിയും അത്യാവശ്യം നല്ല രീതിയിൽ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. ബാക്കി എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ഡിന്നറിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കി. അപ്പോഴേക്കും ഒത്തിരി ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 മണി ആയിരുന്നു. ഡിന്നറിനായിട്ട് ഞാൻ അപ്പം ചിക്കൻ കറി ആയിരുന്നു ചെയ്തിരുന്നത്. ഈ സമയത്ത് സച്ചു കുഞ്ഞ് എന്ത് ചെയ്യുന്നല്ലേ, ദാണ്ട് സച്ചു കുഞ്ഞാപ്പിയെ ഉറക്കാനുള്ള ബഹളത്തിലായിരുന്നു. നല്ല ടയർഡായിരുന്നു കുഞ്ഞ്. അപ്പോൾ സച്ചു കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കി. അപ്പോഴേക്കും ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുമായിരുന്നു. ചിക്കൻ കറി ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചിക്കൻ കറി എനിക്കൊന്ന് ചൂടാക്കിയാൽ മതിയായിരുന്നു. ചിക്കൻ കറി ചൂടാക്കുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ അതാത് സ്ഥാനത്ത് വെക്കണമല്ലോ. അതൊരു വലിയ ജോലിയാണല്ലോ. ആ കലാപരിപാടിയിലേക്ക് കടന്നു. അതിനുശേഷം പിന്നെ നമ്മൾ പയ്യെ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ എല്ലാം റെഡി ആയിരുന്നു. അപ്പോഴേക്കും കുഞ്ഞും ഉറങ്ങി ഇല്ലായിരുന്നു. അവൻ എന്ത് ചെയ്ത് ഉറങ്ങുന്നില്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്യാനാ, സച്ചു അവനെ മടി വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞതാ ഞാൻ എടുക്കാമെന്ന്. പക്ഷെ സച്ചുവിന് സാരമില്ല, അവൻ ഇരുന്നോളൂന്ന്. ശരി, അവൻ ഇരുന്നോളും, നമ്മൾ അവനെ ഒന്ന് കൂട്ടിയാൽ മതി. അങ്ങനെ നമ്മൾ മൂന്നും കൂടി ഇരുന്നു.
നമ്മൾ പാലപ്പത്തിൻ്റെ വെള്ളയപ്പത്തിൻ്റെയും കാര്യത്തിലുള്ള ഡിസ്കഷനിലായിരുന്നു. പണ്ട് ഞാൻ ഈ ആനച്ചെവിയുള്ള അപ്പം, പട്ടത്തിലുള്ള അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് പാലപ്പം ഏതാ വെള്ളയപ്പം ഏതാന്നൊക്കെ മനസ്സിലായി തുടങ്ങിയത്. എന്നാലും ഇപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ തന്നെയാണ് കേട്ടോ. ഹലോ മൈ ഫാമിലി. അപ്പോൾ നമ്മൾ ഇതാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. സച്ചുത കുഞ്ഞിനെ ഉറക്കാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇന്ന്. ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.